പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടി മീഡിയയിലൂടെ നിങ്ങളോട് സംസാരിപ്പാൻ ദൈവമായി കർത്താവ് ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിലും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സകലവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് ആവശ്യമായ നിലകളിലുള്ള ദൈവത്തിന്റെ ഇടപെടലുകളും അടുത്തൊരു തലത്തിലുള്ള ഉയർപ്പിന്റെ ശക്തിയും ഈ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ പകരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതേ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ആഴ്ച മുഴുവനും നാം ഉയർപ്പുമായി ബന്ധപ്പെട്ട യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും ഉയർപ്പുമായി ബന്ധപ്പെട്ടുള്ള ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനകളിലും സ്തോത്രം നാം ലോകം മുഴുവനുമായിരുന്നു. വ്യത്യസ്തമാകുന്ന വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നു. വ്യത്യസ്തമാകുന്ന ആശയങ്ങളിലൂടെ ദൈവാത്മാവ് നമ്മെ നടത്തുവാനിടയെത്തിരുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അടുത്ത തലങ്ങളിലുള്ള ഉയർച്ചകളിലേക്കും അടുത്ത നിലവാരങ്ങളിലുള്ള വർധനവിലേക്കും സ്തോത്രം നമുക്ക് സ്തോത്രം കടന്നു ചെല്ലുവാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് അറിവുള്ളവരായി തീരണം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിലും ഈ ഈസ്റ്റർ പ്രഭാതവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് നമ്മെ നൽകി തന്ന ഒന്ന് രണ്ട് ചിന്തകളെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ, അതേ ദൈവാനുഗ്രഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് സ്തോത്രം എത്തിപ്പറ്റുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെട്ടു വരണം. ആമേൻ. ദൈവത്തിന്റെ പ്രസാദം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് ആ മനുഷ്യൻ ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ചും അതേ തന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗങ്ങളെ കുറിച്ചും തന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചും തിരിച്ചറിയുകയും ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ആരംഭിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രസാദം ആ മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരിക. അതേ കഴിഞ്ഞ നീണ്ട നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സ്തോത്രം ഈസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള അതേ ഉയർപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്തോത്രം പല ചിന്തകളും നാം ചിന്തിച്ചിട്ടുണ്ട്, പല വിഷയങ്ങളും നാം ധ്യാനിച്ചിട്ടുണ്ട്. സ്തോത്രം. വാസ്തവമായി ഒരു മനുഷ്യൻ കർത്താവിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ധ്യാനിക്കുകയും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുകയും സ്തോത്രം ആ ആഴ്ചകൾ മുഴുവനും ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുക ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്കായിരിക്കും. ആമേൻ. കാരണം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് നാം ബൈബിൾ ധ്യാനിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം തന്നെ മാനവരാശിയോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമായിരുന്നു. അതെ, കാൽവരിയിൽ സ്തോത്രം കാൽവരി ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്കായിരിക്കും. അതെ, ഈ വർഷത്തെ ഈസ്റ്റർ സ്തോത്രം ഈ വർഷത്തെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് നാം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹത്തിന്റെ അടുത്ത ഫലങ്ങളിലേക്ക് നമ്മയും നമ്മുടെ തലമുറയെയും നമ്മുടെ കുടുംബങ്ങളെയും അതേ ദൈവസഭയെയും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 3:16 വാക്യം നമ്മെ ഇങ്ങനെയാ പഠിപ്പിക്കുന്നേ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ സഹോദരങ്ങളെ, പാപത്തിൽ കിടന്ന, ശാപത്തിൽ കിടന്ന, തീരാ ദുഃഖത്തിൽ കിടന്ന മാനവരാശിയെ സ്തോത്രം കൊലോസ്യ ലേഖനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ സ്തോത്രം ദൈവത്തിന്റെ ഹൃദയത്തിനകത്തു നിന്നും അകന്നുപോയ സ്തോത്രം മാനവരാശിയെ ദൈവവുമായുള്ള ബന്ധത്തിൽ കൂട്ടിയോജിപ്പിക്കേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ ദുഷ്പ്രവർത്തികൾ നിമിത്തം സ്തോത്രം ശത്രുക്കളും മനസ്സുകൊണ്ട് അകന്നവരുമായി തീർന്ന നമ്മെ ദൈവത്തോട് നിരപ്പിക്കേണ്ടതിന് സ്തോത്രം തന്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയക്കുവാൻ ഇടയായിത്തീർന്നു. നമുക്കറിയാം, വേദപുസ്തകത്തിൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാ നിയോഗത്താൽ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിലൂടെ ജനിക്കപ്പെട്ടവനായി പുറത്തു വരികയും 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ ദൈവത്തിന്റെ നിർണയപ്രകാരം യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിനകത്ത് വെളിപ്പെടുത്തേണ്ട സകലവിധമാകുന്ന ദൈവപ്രവൃത്തികളും 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ
ശുശ്രൂഷയിൽ യേശു വെളിപ്പെടുത്തി. ആമേ, സ്തോത്രം. ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിച്ചു, കുരുടന് കാഴ്ച കൊടുത്തു, ബന്ധിക്കപ്പെട്ടവനെ വിടുവിച്ചു, പീഡിതനെ വിടുവിച്ചു. ആമേ, സ്തോത്രം. കർത്താവിന്റെ പ്രസാദ വർഷം ലോകത്തോട് വെളിപ്പെടുത്തി. 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ ആമേ, സ്തോത്രം, പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആമേ, ന്യായപ്രമാണ പ്രകാരം മരിക്കേണ്ടതിന്, അതേ ന്യായപ്രമാണ പ്രകാരം അടക്കപ്പെടേണ്ടതിന്, ന്യായപ്രമാണ പ്രകാരം ഉയർത്തപ്പെടേണ്ടതിന് യേശു തന്നെ ഏൽപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കേൾക്കണമേ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ ആരും കൊന്നതല്ല. യേശു ക്രിസ്തു ന്യായപ്രമാണ പ്രകാരം മരിച്ചതാണ്. ന്യായപ്രമാണ പ്രകാരം യേശു ക്രിസ്തു മരിച്ചുവെങ്കിൽ, ന്യായപ്രമാണ പ്രകാരം യേശു ക്രിസ്തു അടക്കം ചെയ്തുവെങ്കിൽ, അതേ ന്യായപ്രമാണ പ്രകാരം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ 2021 ഈസ്റ്ററിന്റെ ദിവസം സ്തോത്രം കണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന സഭ കേട്ടിരിക്കട്ടെ. കഴിഞ്ഞ കാലഘട്ടത്തിൽ സ്തോത്രം നിന്റെ ജീവിതത്തിൽ തകർച്ചയുടെ ദിവസങ്ങൾ പറയുവാനുണ്ടായിരിക്കും. അതെ, കഴിഞ്ഞ നാളുകൾ നിന്റെ ജീവിതത്തിൽ ഉടയുന്ന അനുഭവങ്ങൾ പറയുവാനുണ്ടായിരിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ഈ ഈസ്റ്റർ ദിവസം പരിശുദ്ധയാൽമോ നമുക്ക് നൽകി തരുന്നത് അടുത്തൊരു ദുഃഖത്തിന്റെ കഥയല്ല. ദുഃഖത്തിൽ നിന്നും വീണ്ടെടുത്ത്, ഭാരത്തിൽ നിന്നും വീണ്ടെടുത്ത്, കഷ്ടത്തിൽ നിന്നും വിടുവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധയാൽമോ നമുക്ക് നൽകി തരികയാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ദുഃഖത്തിലായിരിക്കാം, ഭാരത്തിലായിരിക്കാം, വ്യത്യസ്തമാകുന്ന ആകുല ചിന്തകളിലായിരിക്കാം. ഈ ഈസ്റ്ററിന്റെ പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവ് നമുക്ക് നൽകി തരുന്ന സന്ദേശം നിന്നെ ഭാരത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന, നിന്നെ ദുഃഖത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന, നിന്റെ കഷ്ടതയിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുന്ന, അതേ നിനക്ക് നിത്യജീവൻ നൽകി തരുന്ന ഒരു നല്ല കർത്താവിന്റെ ഇടപെടൽ ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യേശുക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളുമായി ബന്ധപ്പെട്ട്, യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തമാകുന്ന ഭാരപ്പെടുത്തുന്ന ചിന്തകൾ സ്തോത്രം ധ്യാനിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഈ പ്രഭാതത്തിൽ, ഈ ഈസ്റ്റർ ദിവസം പരിശുദ്ധയാത്മാവ് നമുക്ക് നൽകി തരുന്നത്, കുഞ്ഞേ, സ്തോത്രം, നിന്റെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി സ്തോത്രം ക്രൂശിക്കപ്പെടുന്ന അനുഭവത്തെയല്ല നൽകി തരുന്നത്. നിന്റെ ജീവിതത്തിൽ സ്തോത്രം അടുത്ത ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുന്ന കണ്ണുനീരിന്റെ അനുഭവത്തെയല്ല നൽകി തരുന്നത്. നിന്റെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കുവാൻ, നിന്റെ ഭാരത്തെ വഹിച്ച്, നിന്റെ ശാപത്തെ വഹിച്ച്, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന തീരാ ദുഃഖങ്ങളെ വഹിച്ച് ഒരുവൻ എന്നേക്കുമായി, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെയാണ് ഇന്ന് പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ ഉയർച്ച നിന്റെ ഉയർച്ചയാണ്. യേശുവിന്റെ പുറത്തുവരൽ നിന്റെ പുറത്തുവരലാണ്. എത്ര പേർ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നു? ഒരുപക്ഷെ നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കാം, നിത്യജീവൻ പ്രാപിച്ച വ്യക്തിയായിരിക്കാം, പ്രാപിക്കാത്ത വ്യക്തിയായിരിക്കാം. നിങ്ങൾ ആര് തന്നെയായിരുന്നാലും, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഈസ്റ്ററിന്റെ പ്രഭാതത്തിൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, നിങ്ങൾക്ക് യേശു നിത്യജീവൻ നൽകി തരുവാനിടയായി തീരും. എന്തിനാ സഹോദരങ്ങളെ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ മരിക്കപ്പെട്ടത്? എന്താ ന്യായപ്രമാണ പ്രകാരം യേശു മരിച്ചത്? എന്തിനാ ന്യായപ്രമാണ പ്രകാരം യേശു അടക്കം ചെയ്യപ്പെട്ടത്? എന്തിനാ ന്യായപ്രമാണ പ്രകാരം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നത്? ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കണമെന്ന്, എന്നെയും നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ സ്നേഹം യേശു ക്രിസ്തുവിനെ കാൽവരിയിൽ നൽകിക്കൊണ്ട് ദൈവം പ്രദർശിപ്പിക്കുകയായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പാ പിതാവ് എന്ന് വിളിക്കാൻ യോഗ്യതയില്ലാത്തവരായി, ദൈവത്തിന്റെ കണ്ണിൽ ദുഷ്പ്രവർത്തികളാൽ ശത്രുക്കളും ദൈവത്തിന്റെ മനസ്സിൽ നിന്നും അകന്നു കഴിഞ്ഞ മാനവരാശിയെ ദൈവത്തോടടുപ്പിക്കുവാൻ, അതേ പാപങ്ങൾ കഴുകി, ശാപങ്ങൾ വിടുവിച്ച്, തീരാ ദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ച് അവനെ നിത്യജീവനിലേക്ക് മടക്കി കൊണ്ടുവരുവാനാണ് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ തകരപ്പെട്ടത്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഉയർപ്പിന്റെ ഞായറാഴ്ച ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു തലത്തിലേക്ക് ഉയർച്ച വെളിപ്പെടുവാൻ, അതേ നിത്യജീവൻ നൽകി തരുവാനാണ് ഒന്നാമതായി യേശു കാൽവരിയിൽ തകരപ്പെട്ടത്. ഈ
ഈസ്റ്റർ ദിനത്തിൽ പരിശുദ്ധാത്മ നമുക്ക് നൽകിത്തരുന്ന സന്ദേശങ്ങളുടെ ആഴമതാണ്, ദൈവസ്നേഹത്തിന്റെ ആഴമതാണ്. നിന്നെയും എന്നെ നിത്യതയിൽ കൊണ്ടുപോകാനാണ് യേശു കാൽവരിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പകർന്നത്. എന്താ നിത്യതയിൽ പോകുന്നതിന് തടസ്സം? പാപം. സ്തോത്രം. എന്നെ സ്വർഗരാജ്യത്തിനകത്തുനിന്നും എന്നെ അകറ്റിയിരുന്നു. ശാപം എന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരുന്നു. എനിക്ക് നിത്യത കരസ്ഥമാക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുനിന്നും അകന്ന വ്യക്തിയായിരുന്നു. പാപം കൊണ്ടും ശാപം കൊണ്ടും ദുഷ്പ്രവൃത്തികൾ കൊണ്ടും ദൈവത്തിന്റെ ഹിതത്തിനകത്തുനിന്നും അന്യപ്പെട്ട് കിടന്ന എന്നെ ദൈവത്തിന്റെ ഹിതത്തോടടുപ്പിക്കുവാൻ, അതേ സ്വർഗരാജ്യം കരസ്ഥമാക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ മകനും മകളുമായി തീരുവാൻ യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ തകരുകയായിരുന്നു. എങ്ങനെ യേശു തകർന്നതിലൂടെ എങ്ങനെ എനിക്ക് നിത്യജീവൻ ലഭിക്കപ്പെട്ടത്? യേശു ക്രിസ്തു കാൽവരിയിൽ തകരപ്പെടുമ്പോൾ വേദപുസ്തകം പറയുന്നു, രക്തം ചുരിഞ്ഞിട്ടല്ലാതെ പാപവിമോചനമില്ല. ഹലോ, ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പാപങ്ങൾ മായ്ക്കപ്പെടേണ്ടതിന്, നിത്യരക്ഷ കരസ്ഥമാക്കേണ്ടതിന് ദൈവം അയച്ച ഏക ഉപാധി തന്റെ പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവം വച്ച ഏക ഉപാധിയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാനിടയായിത്തീരും. അത് നിങ്ങൾ നിത്യരക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, യേശു തന്നെ വഴി, യേശു തന്നെ ജീവൻ. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം, യേശു തന്നെ വഴിയും സത്യവും ജീവനുമായി ദൈവം നമുക്ക് വേണ്ടി അയച്ചിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കുഞ്ഞും നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. ഹലോ, കേൾക്കണമേ. ഏതെങ്കിലും രക്ഷകന്മാരുടെ ഇടയിലിരിക്കുന്ന ഒരു രക്ഷകനെ അല്ല ഈ സ്തോത്രം ഈസ്റ്റർ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം ഏക രക്ഷകൻ, യേശു മാത്രം ഏക വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം, നിത്യരക്ഷയുടെ കാരണഭൂതനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒന്നാമതായി സ്തോത്രം, ഈ ഈസ്റ്റർ ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവൻ വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. രണ്ടാമതായി വേദപുസ്തകം എബ്രായർക്കെഴുതിയ ലേഖനം സ്തോത്രം 2-ാമത്തെ സ്തോത്രം 14 തുടങ്ങി താഴോട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ഹലോ, ഈ ഈസ്റ്റർ ദിവസത്തിലും സ്തോത്രം യേശു ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോഴും നിങ്ങളുടെ അകത്തളങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭയങ്ങൾ ഭരിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും വിധത്തിലുള്ള മരണത്തിന്റെ ചിന്തകൾ ഭരിക്കുന്നുവെങ്കിൽ, നിത്യജീവന്റെ പ്രത്യാശ ഇല്ലാത്തവരായി മരണത്തെ ഭയപ്പെടുന്ന നിലകളിൽ നിങ്ങളുടെ ആത്മീക ജീവിതമല്ല സ്തോത്രം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക്. നിത്യജീവൻ നൽകി തരുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവൻ നൽകി തരുന്നതിലൂടെ നിങ്ങളെ ഭരിക്കുന്ന സകലവിധമായ മരണത്തിന്റെ ഭയങ്ങളും നിങ്ങളെ വിട്ട് അന്യപ്പെട്ടു പോകാനിടയായിത്തീരുന്നു. ഈ പ്രഭാതത്തിൽ കേൾക്കണമേ സഹോദരങ്ങളെ, പത്രോസിന്റെ ലേഖനം 1-ാമത്തെ ലേഖനം 2-ാമത്തെയും 24-ാമത്തെ വാക്യം പറയുന്നു, പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുവിരിക്കുന്നു. നിത്യജീവൻ നൽകി തരുന്ന യേശു, സൗഖ്യം നൽകി തരുന്ന യേശു, മരണഭയത്തിനകത്തുനിന്ന് നിങ്ങളെ വിടുവിക്കുന്ന യേശു തീർന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലുള്ള എത്ര വലിയ കടിഞ്ചുവപ്പായ പാപത്തെയും ഈ പ്രഭാതത്തിൽ ഹിമത്തെ പോലെ വെള്ളയാക്കി തീർക്കുവാനിടയായിത്തീരും. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഉയർപ്പിന്റെ ഞായറാഴ്ച ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കപ്പെട്ട വ്യക്തിയാണോ, അതോ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ലാത്ത വ്യക്തിയാണോ? നിങ്ങൾ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പാപത്തിന് വേണ്ടി, എന്റെ പാപത്തിന് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യേ 3 ആളുകളുടെ മേൽ ക്രൂശിതനായ കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം കാൽവരിയിൽ നിന്ദിക്കപ്പെട്ടത്, കാൽവരിയിൽ അപമാനിക്കപ്പെട്ടത്, കാൽവരിയിൽ ഉടയപ്പെട്ടത് തീർന്നില്ല. അതിന്റെ അപ്പുറത്ത് സ്തോത്രം റോമ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച് മരണത്തെയും പാതാളത്തെയും അവൻ ജയിച്ച് പുറത്തു വന്നത് ഞാൻ ജയിക്കുവാൻ വേണ്ടിയാണ്, എന്റെ ജയത്തിന് വേണ്ടിയാണ്. അതെ, ഈ ജയിച്ച യേശു ക്രിസ്തുവിൽ നിത്യരക്ഷ
രക്ഷയുടെ കാരണഭൂതനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മക്കളെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്, അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പ്രഭാതത്തിൽ യേശുവിന്റെ ഉയർച്ച നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയായി തീരട്ടെ. യേശു കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നത് നിന്റെ വർധനവിന് കാരണമായി തീരട്ടെ. അതേ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്താൽ ഞാനും നിങ്ങളും സമ്പന്നരായി തീരുകയാണ്. യേശു ക്രിസ്തു കാൽവരിയിൽ ശാപമായി തീർന്നത് കൊണ്ട് എന്റെയും നിങ്ങളുടെ ശാപത്തെ എന്നേക്കുമായി ദൈവം തുടച്ചു മാറ്റിയിരിക്കുകയാണ്. അവിടുത്തെ രക്തത്താൽ ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട് ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ അരികിലേക്ക് അപ്പാ പിതാവ് എന്ന് വിളിച്ച് ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്ന സ്വപുത്രത്വത്തിന്റെ ആത്മാവ് ദൈവം നമ്മുടെ മേൽ അയച്ചിരിക്കുകയാണ്. ഈ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ ഇന്ന് പകൽക്കാലം സ്തോത്രം, ഈ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമൈതന്റെ മേലും നിത്യജീവൻ പകരുക മാത്രമല്ല, അവിടുത്തെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം വെളിപ്പെടുക മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ ഏതൊരു കഷ്ടത്തിനകത്തു നിന്നും നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് പ്രഭാതത്തിൽ സ്വർഗം നിന്റെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. അതേ ബ്രദർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കപ്പെട്ട വചനത്തിനകത്തു നിന്നും ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. സ്തോത്രം, ദൈവം നമുക്ക് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുകയാണ്. അതെ, അവനിൽ വിശ്വസിച്ച് നമ്മെല്ലാവരും ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ, അവനിലുള്ള വിശ്വാസത്താൽ നാം എല്ലാവരും കൃപമേൽ കൃപ പ്രാപിപ്പാൻ, അതെ നമുക്ക് വേണ്ടി കാൽവരി യാഗമായി തീർന്ന് ഇന്നും മരണത്തെ ഭേദിച്ച് ഉയർത്തി ജീവിക്കുന്ന ആ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഞാനും നിങ്ങൾ നമ്മുടെ കുടുംബവും, അതെ സ്തോത്രം, തലമുറകളും സഭയും വിടുവിക്കപ്പെടുവാൻ, രക്ഷപ്പെടുവാൻ, രക്ഷ പ്രാപിപ്പാൻ ഇന്ന് പ്രഭാതത്തിനും പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. അതെ, ഈ ഈസ്റ്റർ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മെ സ്തോത്രം ദൈവവചന ധ്യാനത്തിൽ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിഞ്ഞാൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം, അതെ ദൈവപ്രസാദത്തിന്റെ അടുത്ത തലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിലും സഭ കേട്ടിരിക്കട്ടെ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെട്ട് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവപ്രസാദമില്ലാതെ ദൈവിക അനുഗ്രഹത്തിന്റെ അടുത്ത ഫലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. ദൈവപ്രസാദമില്ലാതെ ഭവനം സ്തോത്രം അടുത്തൊരു തലത്തിലേക്ക് ഉയർച്ച പ്രാപിക്കുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ ആമേ താഴ്വരയിൽ കടക്കുന്നവരെ ഈ പ്രഭാതത്തിൽ കേൾക്കാതെ പോകരുത്. പരിശുദ്ധയാത്മ പറയുന്നു, ദൈവപ്രസാദമില്ലാതെ നിങ്ങൾക്ക് ഉയരുവാൻ കഴിയത്തില്ല. ഈ പകൽക്കാലം, ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക, നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും മനുഷ്യന്റെ വാക്കുകളല്ല, മന്ത്രവാദികളുടെ വാക്കുകളല്ല, സ്തോത്രം നിങ്ങൾക്കെതിരായി പറയുന്ന വ്യക്തികളുടെ വാക്കുകളല്ല. സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തെ ചലിപ്പിക്കേണ്ടത് ദൈവത്തിന്റെ അഭിഷേകമാണ്, ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവാണ്. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക ദൈവസനിൽ. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ നിന്നും പ്രാപിച്ചതിനും അപ്പുറമായി നിത്യജീവനെ ഉറപ്പുവരുത്തി സ്തോത്രം ദൈവിക അനുഗ്രഹങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ. സഹോദരങ്ങളെ, സ്തോത്രം, ആരോഗ്യമെന്ന് പറയുന്ന ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഞാൻ പറയുന്ന സമ്പത്ത് മാത്രമല്ല, ആരോഗ്യമെന്ന് പറയുന്ന ദൈവത്തിന്റെ ദാനമാണ്, സമ്പത്ത് ദൈവത്തിന്റെ ദാനമാണ്, സമാധാനം ദൈവത്തിന്റെ ദാനമാണ്, സന്തോഷം ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ പ്രസാദം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നിന്റെ കുടുംബത്തിൽ ദൈവ അനുഗ്രഹം ഓപ്പണാകുവാനിടയായി തീരും. ദൈവത്തിന്റെ അനുഗ്രഹം ഓപ്പണാക്കപ്പെട്ടാൽ സമാധാനം അതിനകത്തുണ്ട്, സന്തോഷം അതിനകത്തുണ്ട്, നിത്യജീവൻ അതിനകത്തുണ്ട്, അത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം അതിനകത്തുണ്ട്, സമ്പത്ത് അതിനകത്തുണ്ട്. ആദ്യം അവന്റെ നീതിയും രാജ്യം അന്വേഷിപ്പില്ല, അതോടുകൂടി ദൈവം ഇതെല്ലാം നമുക്ക് നൽകി തരും. ഈ ഉയർപ്പിന്റെ ദിവസം ധ്യാനിക്കുക ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക്, ദൈവ വഴികളുടെ ആഴങ്ങളിലേക്ക്. എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുലമരത്തിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ യാഗമായി തീർന്ന് അവിടുത്തെ ഒഴുകപ്പെട്ട രക്തം എന്റെ പാപത്തിൽ നിന്നും എന്നെ പുറത്തെടുത്ത രക്തമാണ്, എന്റെ ശാപത്തിൽ നിന്ന് വിടുവിച്ച രക്തമാണ്. അതെ, യേശു എനിക്ക് വേണ്ടിയാണ് കാൽവരിയിൽ തകർന്നത്. ദൈവം കാൽവരിയിൽ യേശുവിനെ തകർത്തത് എനിക്ക് വേണ്ടിയാണ്, എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്, ഞാൻ സൗഖ്യമാകാൻ വേണ്ടിയാണ്, ഞാൻ സ്തോത്രം സമൃദ്ധി അനുഭവിക്കാൻ വേണ്ടിയാണ്. അതെ, ഈ ഇഷ്ടദിനത്തിലും സ്തോത്രം കുഞ്ഞെ താഴ്വരയിൽ കിടക്കുന്ന നിനക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സ്തോത്രം, കഷ്ടത അനുഭവിക്കുന്ന
വേദനിക്കുന്ന നിനക്ക് കഷ്ടതയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. കാരണം യേശു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. സ്തോത്രം. കടഭാരം അനുഭവിക്കുന്ന നിനക്ക് യേശു ക്രിസ്തുവിനുള്ള ദൈവത്തിന്റെ കൃപയാൽ കടഭാരത്തിന് പുറത്തു വരുവാൻ കഴിയും. കാരണം യേശു നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. നാം സമ്പന്നരാകുവാൻ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നു. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം അങ്ങനെ തന്നെ പറയുന്നു. നമുക്ക് വേണ്ടി യേശു ദരിദ്രനായി തീർന്നു, നാം സമ്പന്നരാകുവാൻ. ആ കൃപ ഇന്ന് പകൽക്കാലം അവൻ മറന്നു പോകരുത്. യേശുവിന്റെ നാമത്തിൽ. അതെ സഹോദരങ്ങളെ, ഈസ്റ്റർ ദിവസത്തിലും ഈ അനുഗ്രഹിക്കപ്പെട്ട ഉയർപ്പിന്റെ ദിവസത്തിലും പരിശുദ്ധാത്മ പുതിയൊരു വഴിയിലൂടെ നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഹിതങ്ങളെ അറിഞ്ഞ്, ദൈവ പദ്ധതികളെ തിരിച്ചറിഞ്ഞ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി കാൽവരി കുലമരത്തിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തു യാഗമായി തീർന്നതിലൂടെ എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവ പദ്ധതികളെ തിരിച്ചറിഞ്ഞ്, അതെ യേശു ക്രിസ്തുവിന്റെ ഏകയാഗത്താൽ എനിക്ക് വേണ്ടി പൂർത്തീകരണം വരുത്തിയ ദൈവത്തിന്റെ പൂർത്തീകരണ ഹിതങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഇടയായി തീർന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഈ ദിവസങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. അതെ, സത്യം നിങ്ങൾ അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇന്ന് പകൽ ഈ ദൈവവചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ സന്ദേശം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ സത്യത്തിലേക്ക് വഴി നടത്തുന്ന ദൈവഹിതത്തിനകത്തുനിന്ന് നിങ്ങളെ അന്യപ്പെടുത്തുന്ന സകലവിധമായ ഇരുമ്പിന്റെ പദ്ധതികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ തകരപ്പെടട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ദൈവ പദ്ധതികളിലേക്ക് കയറുക. അതെ, നിത്യജീവനിൽ നിന്നും അകന്നു പോയവരെ ഈ പ്രഭാതത്തിൽ മടങ്ങി വരിക. നിത്യജീവൻ പ്രാപിക്കാത്തവരെ നിത്യജീവൻ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിൽ നിന്നും അന്യപ്പെട്ടിരിക്കുന്നവരെ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ഈ ഈസ്റ്റർ ദിവസത്തിൽ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം യേശുവിനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ യാഗമായി തീർത്തത് അത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അതിലൂടെ എന്നിലും നിങ്ങളിലും വെളിപ്പെടേണ്ട ദൈവിക അനുഗ്രഹമുണ്ട്. അതിലൂടെ എന്നിലും നിങ്ങളിലും വെളിപ്പെടേണ്ട ദൈവിക പദ്ധതികളുണ്ട്. ഈ പകൽക്കാലം യേശുവിൽ വിശ്വസിച്ച് ആ ദൈവ പദ്ധതിയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് അടങ്ങാം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവുമായി സഹകരിക്കാം. അതേ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ വിട്ടുകളയരുത്, അഭിഷേകത്തെ ത്യജിച്ചു കളയരുത്. ഈ പകൽക്കാലം ഈ 2021 ഈ 4-ാമത്തെ മാസം സ്തോത്രം പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിക്കാം. കർത്താവേ, ഇന്ന് പകൽക്കാലം എന്റെ മേൽ അത് വർദ്ധിക്കപ്പെടുമാറാകണമേ. ആ ദൈവഹിതത്തിലേക്ക് എന്നെ നടത്തുമാറാകണമേ. ദൈവപ്രസാദത്തിലേക്ക് എന്നെ നയിക്കുമാറാകണമേ. അഭിഷേകമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കുഞ്ഞേ, ബ്രദർ, സിസ്റ്റർ, ദൈവശക്തിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം സ്തോത്രം ദൈവശക്തിക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. പരിശുദ്ധാത്മാവിനെ നിറയാം, അഭിഷേകത്തെ നിറയാം, ആത്മശക്തിയും നിറഞ്ഞു മുന്നോട്ട് പോകുന്ന ഒരു ആത്മീക ജീവിതത്തിൽ ഉത്തമങ്ങളെ തീരണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മാതാപിതാക്കളുടെ സങ്കടങ്ങൾക്ക് പരിശുദ്ധാത്മ വിരാമം കുറിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ മഹത്വം നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ദൈവശക്തി നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. സകല വിഷയങ്ങളെ പരിശുദ്ധാത്മ സ്പർശിക്കാൻ പോകുകയാണ്. കുഞ്ഞേ, നിനക്ക് വേണ്ടിയ കർത്താവ് തകർന്നേ. കുഞ്ഞേ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയ യേശുവിനെ ദൈവം ആമേ കാൽവരിയിൽ തകർത്തേ. സ്തോത്രം. സഹോദര, സഹോദരി, പാപത്തിൽ കിടക്കുന്ന, ശാപത്തിൽ കിടക്കുന്ന നിന്നെ പുറത്തെടുക്കുവാനായി യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ തകർന്നത്. ഈ ഉയർപ്പിന്റെ ദിവസം നിന്റെ ആഘോഷത്തിന്റെ ദിവസമായിരിക്കട്ടെ. എങ്ങനെയുള്ള ആഘോഷമാണ്? പാപത്തിൽ നിന്നെ വിടുവിച്ച് ശാപത്തിന് പുറത്തു വന്ന പിശാചിന്റെ പൈശാചിക കെട്ടിനകത്തുനിന്നും പുറത്തു വന്ന ഒരു സന്തോഷം നിന്റെ ജീവിതത്തിൽ ഉരുവാക്കപ്പെട്ടിട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നുവെങ്കിൽ ചിലരെ പൈശാചിക കെട്ടുകൾക്കകത്തുനിന്ന് കർത്താവ് പുറത്തെടുക്കാൻ പോകുകയാണ്. ദൈവ കൃപ കൊണ്ട് നിന്റെ കുടുംബം നിറയാൻ പോകുകയാണ്. ദൈവ സാന്നിധ്യം കൊണ്ട് നിന്റെ ഭവനം നിറയപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവ മഹത്വം കൊണ്ട് നിറയപ്പെടട്ടെ. കർത്താവ്, കൂടാരങ്ങൾക്കകത്ത് ദൈവശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാലുള്ള കാൽവരിയിൽ യേശു ക്രിസ്തു ചെയ്തു പൂർത്തീകരിച്ച്, കാൽവരിയിൽ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി നിവർത്തീകരിച്ച സൗഖ്യത്തെ, അവിടുത്തെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ ജനത്തിന്റെ മേൽ പകരുകയാണ്. ഈ ഉയർപ്പിന്റെ ദിവസം യേശുവിന്റെ നാമത്തിൽ ഈ ജനം എഴുന്നേൽക്കട്ടെ. രോഗത്തിന് എഴുന്നേൽക്കട്ടെ. ശാപങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനുള്ള ദൈവത്തിന്റെ കൃപയാൽ ഇപ്പോൾ തന്നെ ജനം വിടുവിക്കപ്പെടട്ടെ. ഉയർച്ചകൾ ഉണ്ടാകട്ടെ. എല്ലാ സ്റ്റക്കാക്കപ്പെട്ട് കിടക്കുന്ന
കിടക്കുന്ന ബിസിനസ്സുകളും ഈ പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ റീഓപ്പൺ ആകട്ടെ. ഓ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ സ്റ്റക്കാകപ്പെട്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആയി വരട്ടെ. ഓ ബുദ്ധിമണ്ഡലം റിലീസാക്കപ്പെടട്ടെ. ദൈവത്തിന്റെ ജ്ഞാനത്താൽ സ്തോത്രം ജനം നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപയാൽ ജനം നിറയപ്പെടട്ടെ. യേശുവേ ഇപ്പോൾ തന്നെ വിശ്വസിക്കുമ്പോൾ തന്നെ സ്തോത്രം ഈ ജനത്തിന് മേൽ യേശു ക്രിസ്തുവിലുള്ള രക്ഷ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. നിത്യജീവൻ ഈ ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. നിത്യമായ സൗഖ്യം ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈനിലൂടെ ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ മഹത്വം ഇവിടെ കുടുംബങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. വലിയ ദൈവശക്തി ഇവിടെ കൂടാരങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. ഇവരുടെ തലമുറകളെ വഴിതെറ്റിക്കുന്ന, ദൈവത്തിന്റെ പാതയിൽ നിന്നും അന്യപ്പെടുത്തുന്ന എല്ലാ ഇരുട്ടിന്റെ മേഖലകളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഈ ഈസ്റ്റർ ഞായറാഴ്ച, ഈ ഉയർപ്പിന്റെ ഞായർ അവരുടെ കുടുംബത്തിന്റെ ഉയർച്ചയുടെ ഞായറായി തീരട്ടെ. യേശു ക്രിസ്തുവിലൂടെയുള്ള ഉയർച്ച, യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ, അതിലൂടെ വെളിപ്പെട്ട് വരുന്ന ഉയർച്ച, അതിലൂടെ വെളിപ്പെട്ട് വരുന്ന സമൃദ്ധി ഈ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. ഞങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടി, ഞങ്ങളുടെ നിത്യജീവന് വേണ്ടി, ഞങ്ങൾ ദൈവത്തോട് നിരപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ തകർന്ന യേശുവിന്റെ കൃപ, യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ ഈ ജനത്തെ, ഈ മക്കളെ മൂടുന്നതിനായി സ്തോത്രം. അത്ഭുതമായി വെടിനടത്തുന്നതിനായി സ്തോത്രം. അത്ഭുത സൗഖ്യങ്ങളിലേക്ക് ഈ മക്കളെ വെടിനടത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ജനങ്ങളെ രോഗങ്ങളിൽ നിന്നും പുറപ്പെടുക്കുകയാണ്. രോഗാത്മാക്കളെ ഞങ്ങൾ പുറത്താക്കുകയാണ്. സ്തോത്രം. ഈ മക്കളെ വിടുതലിലേക്ക് നയിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവകൃപയിലേക്ക് നയിക്കുകയാണ്. നിത്യജീവനിലേക്ക് ഞങ്ങൾ നയിക്കുകയാണ്. ഇവർ അഭിഷേകത്തിൽ നിറഞ്ഞ്, ആത്മശക്തികൾ നിറഞ്ഞ്, തങ്ങളെ കുറിച്ചുള്ള ദൈവ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ ആത്മാവേ ഒരു പുതിയ കൃപയെ ഈ ജനത്തിന് മേൽ പകരുന്നതിനായി സ്തോത്രം. ഒരു പുതിയ അഭിഷേകത്തെ ഈ മക്കളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. ഒരു പുതിയ ബലത്തെ ഈ മക്കളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത്ഭുതമായി വിടുന്നിടത്തും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അതേ സഹോദരങ്ങളെ, ഈ സ്തോത്രം ഈസ്റ്റർ ദിവസം, ഈ ഉയർപ്പിന്റെ ഞായർ, യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവിക സ്വാതന്ത്ര്യത്തെ സ്വീകരിച്ച്, അതെ, പാപത്തുനിന്നും ശാപത്തുനിന്നും തീരാ ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകി തന്ന നിത്യജീവന് ഓഹരിക്കാരായി തീർന്ന് അഭിഷേകത്തിൽ നിറഞ്ഞ് ആത്മശക്തിയിൽ മുന്നേറി ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നിങ്ങൾ ഒരുങ്ങുക. നിങ്ങളുടെ തലമുറകളെ ഒരുക്കുക, നിങ്ങളുടെ കുടുംബങ്ങളെ ഒരുക്കുക, സഭകൾ ഒരുങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ അതിലൂടെ വലിയ ഉണർവുകൾ, വലിയ ഉണർവിന്റെ ചലനങ്ങൾ യേശുവിൻ നാമത്തിൽ കുടുംബങ്ങളെ സ്പർശിക്കാൻ പോകുകയാണ്. വ്യക്തികളെ സ്പർശിക്കാൻ പോകുകയാണ്. അതേ, ഭാരതത്തിലെ സഭയെ ദൈവം തൊടാൻ പോകുകയാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.